സ്വഭാവത്തിൽ ആവശ്യത്തിന് ഇടപെടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനാണ് പോകുന്നത്. ഈ വിവാഹത്തിന് മുമ്പ് ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി അവിടെ നോ എന്നുള്ളൊരു ആൻസറിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ധൈര്യമായിട്ട് ഇറങ്ങി വരാൻ സാധിക്കണം. സ്വർണവും പണവും ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആ കുട്ടിയുടെ പേരിൽ തന്നെ ആക്കുക. അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു വിദ്യാഭ്യാസവും വേണ്ട ഒരു ജോലിയും വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് അവളുടേതായ രീതിയിൽ നിൽക്കാം. ഈ ലോകത്തിൽ ഒരുപാട് പേര് പ്രശ്നങ്ങൾ ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ. പക്ഷെ ഈയിടെയായിട്ട് പ്രശ്നം വരുന്ന ഇത്രയും നമുക്ക് വിവരവും വിദ്യാഭ്യാസവും ഉണ്ടായിട്ടും ഇങ്ങനെ ഉണ്ടാവുമ്പോഴാണ്. ഇപ്പൊ സ്വത്ത്, പണം, ആഭരണങ്ങൾ ഇതൊക്കെ ഓരോരുത്തരും അവരുടെ ഇത് കാണിക്കാൻ അവരുടെ സന്തോഷത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞ ടീംസ് ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം, ഇവിടെ ഇത് കൊടുത്തു കഴിഞ്ഞിട്ടും എന്താണ് ഉണ്ടാവുന്നത്? ഇത്രയും രൂപ കൊടുത്തിട്ടും എന്താ ഉണ്ടായേ? ഇപ്പൊ ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഇനിയും പൈസ വേണം, ഇനിയും പൈസ വേണം എന്ന് വന്ന് ചോദിക്കുമ്പോൾ ഇത് കണ്ടറിഞ്ഞാലെങ്കിലും കുട്ടീനെ വീട്ടിൽ തന്നെ ഇരുത്തിയിട്ട് ഇതിനെതിരെ നടപടി എടുക്കാൻ പൊക്കൂടെ? ഒന്നും അല്ലെങ്കിൽ കുട്ടിയുടെ ജീവനെങ്കിലും രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമമാവുമല്ലോ അത്. അപ്പൊ പിന്നെയും നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഇട്ടേച്ചു കൊടുക്കുന്നത്? പിന്നെ എന്താ കാര്യം? പലപ്പോഴും വീടുകളിലേക്ക് വരാൻ പറ്റുന്നില്ല. അമ്മയില്ലാത്ത പേരുണ്ട്. ആരോട് സങ്കടം പറയാനാ? വീട്ടിൽ ആരുമില്ല, നമ്മുടെ വിഷമം ആരറിയാനാ? അങ്ങനത്തെ കുറെ ടീംസും എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നം അനുഭവിക്കുന്നവരുണ്ട്. അപ്പൊ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു നല്ലൊരു ജോലി ഒരു കുട്ടിക്ക് അവരുടെ പേരിൽ അവരൊരു വീട്, കാര്യങ്ങൾ, സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുമ്പോൾ അവൾക്ക് സമാധാനമായിട്ടിരിക്കാം. അത്തരത്തിൽ വേണം ചെയ്തു കൊടുക്കാൻ. അപ്പൊ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഇനിയും ഇത് വരാം. നമ്മുടെ വീട്ടിൽ ആൺകുട്ടിയും പെൺകുട്ടികളും വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ മക്കളുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി ഒരു കമ്മ്യൂണിക്കേഷൻ ടേബിളിൽ ഇരിക്കുന്ന സമയത്ത്, അതായത് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് ഫോണൊക്കെ മാറ്റിവെച്ച് അന്നന്നത്തെ പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യും. കുട്ടികളുടെ ഉള്ളിലുള്ള അവരുടെ എന്താണ് ഐഡിയ, അവരുടെ തോട്ട് എന്താന്ന് പുറത്തേക്ക് കൊണ്ടുവരും. ഇങ്ങനെ ആവുമ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അത് തെറ്റാണ്. അവരുടെ പെയിൻ എന്താന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇനി വരുന്ന ഒരു തലമുറയ്ക്കെങ്കിലും മാറ്റാം. ഇപ്പോഴത്തെ തലമുറയ്ക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ തലമുറയിലെ കുറെ തോട്ടും കാര്യങ്ങളിലും ഇപ്പോഴും ആഭരണങ്ങളും കാര്യങ്ങളിലും നടക്കാം. ഇപ്പോഴത്തെ പഠിച്ച കുട്ടികൾക്ക് പോലും അമ്മയുടെ വാക്ക് കേട്ടിട്ട് ഉപദ്രവിച്ചു. ഇതാണ് പല കേസുകളും കാണാം. ഒരു സ്ത്രീ തന്നെയാണ് ഇവിടെ ഈ പ്രശ്നത്തിന് വരുന്നത്. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത്, എല്ലാവരും കൂടി കമ്മ്യൂണിക്കേഷനായിട്ട് ഈ ഒരു ടോപ്പിക്കിനെ കൊണ്ടുവരുമ്പോൾ സംസാരിക്കുമ്പോൾ ഓരോരുത്തരും ആ പെയിനും കാര്യങ്ങളും ഒക്കെ സംസാരിക്കാൻ പറ്റണം. പൈസയും കാര്യവും ഫിനാൻഷ്യൽ ഇതിനെയൊക്കെ കുറിച്ച് സംസാരിക്കുമ്പോൾ മനുഷ്യന്റെ ജീവൻ എത്ര പ്രധാനപ്പെട്ടതാണെന്നുള്ളൊരു വാക്കും കൂടി കൊണ്ടുവരുന്നത് നല്ലതാണ്. അതായത് ഹ്യൂമാനിറ്റി എന്നുള്ളൊരു ടോപ്പിക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരത്തിൽ ഹ്യൂമാനിറ്റീനെ വളരെ പ്രാധാന്യം കൊടുത്തിട്ട് ഇനിയുള്ള സമയത്ത് കൊണ്ടുവന്നാൽ നമ്മൾ ഓരോരുത്തരും നമ്മളാലാവുന്ന വിധം ചേഞ്ച് ആവും. നമ്മളെ കൊണ്ട് ഒരാളെ വിഷമിപ്പിക്കില്ല എന്ന് ഓരോ വ്യക്തികളും തീരുമാനം എടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് പോസിബിൾ ആണ്.